രാത്രിക്ക് കട്ടികൂടി വരികയായിരുന്നു. നഗരത്തിൻ്റെ വെളിച്ചങ്ങൾക്കിടയിലും ഗോൾഡൻ ലില്ലി എന്ന നൈറ്റ് ക്ലബിൻ്റെ പാർക്കിംഗ് ഏരിയയുടെ ഇരുണ്ട കോണിൽ ഒരു പഴയ സെഡാൻ കാർ നിർത്തിയിട്ടിരിക്കുന്നു. അതിനുള്ളിൽ 3 ജോഡി കണ്ണുകൾ അക്ഷമയോടെ ക്ലബിൻ്റെ വാതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. റിലേ, ഹെയ്നി, ബ്ലെയ്ലി. ചെറുകിട മോഷണങ്ങളും തട്ടിപ്പുകളുമായി ജീവിച്ചു പോന്നവരായിരുന്നു അവർ. പക്ഷേ ഇന്ന് അവർ കാത്തിരിക്കുന്നത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഇരയായിരുന്നു. ഇനിയും എത്ര നേരം നമ്മൾ ഇങ്ങനെ കാത്തിരിക്കണം? റിലയുടെ ശബ്ദത്തിൽ അസ്വസ്ഥത പോഞ്ഞു. അവൻ സ്റ്റിയറിംഗ് വീലിൽ മുറുക്കെ പിടിച്ചിരുന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരുന്നു. അവൾ ഇറങ്ങി വരും. ക്ഷമിക്കറില്ലേ? ഹെയ്നി പിറുപിറുത്തു. ആ വജ്രഹാരം അതൊന്നും മാത്രം മതി നമുക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കാൻ. സമയം ഇഴഞ്ഞു നീങ്ങി. ഒടുവിൽ ക്ലബിൻ്റെ വലിയ വാതിൽ തുറക്കപ്പെട്ടു. പുറത്തേക്ക് വന്ന ആ രൂപത്തെ കണ്ടതും കാറിലിരുന്നവരുടെ ശ്വാസം നിലച്ചുപോയി. മിസ് ബ്ലാൻഡിഷ്, കോടീശ്വരിയായ ജോൺ ബ്ലാൻഡിഷിൻ്റെ ഏക മകൾ. അവളുടെ കഴുത്തിൽ തെരുവിളക്കിൻ്റെ വെളിച്ചത്തിൽ ആ വജ്ര നെക്ലേസ് ഒരു നക്ഷത്രം പോലെ തിളങ്ങി. അവൾക്കൊപ്പം അവളുടെ കാമുകൻ അലനുമുണ്ടായിരുന്നു. അവർ ചിരിച്ചുകൊണ്ട് തങ്ങളുടെ ആഡംബര കാറിലേക്ക് കയറി. തുടങ്ങാം. റിലേ കാർ സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിൻ്റെ മുരൾച്ച അവരുടെ ഹൃദയമിടിപ്പ് പോലെ താഴ്ന്നു. ബ്ലാൻഡിഷിൻ്റെ കാർ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി വിജനമായ ഹൈവേയിലേക്ക് പ്രവേശിച്ചു. ഇതായിരുന്നു അവർ കാത്തിരുന്ന നിമിഷം. റിലേ ആക്സിലേറ്ററിൽ കാലമർത്തി. അവരുടെ കാർ ഒരു ചീറ്റപ്പുലിയെപ്പോലെ കുതിച്ചു പാഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ അവർ ബ്ലാൻഡിഷിൻ്റെ കാറിനെ മറികടന്നു. പെട്ടെന്ന് റിലേ വണ്ടി വെട്ടിത്തിരിച്ചു, കുറുകയിട്ടു. ബ്രേക്കിൻ്റെ ഉഗ്രശബ്ദം. ടയറുകൾ റോഡിൽ ഉരസിപ്പുകഞ്ഞു. ബ്ലാൻഡിഷിൻ്റെ കാർ നിയന്ത്രണം വിട്ടു നിന്ന് കിതച്ചു. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കുന്നതിന് മുമ്പേ റിലേയും സംഘവും തോക്കുകളുമായി കാർ വളഞ്ഞു കഴിഞ്ഞിരുന്നു. അനങ്ങരുത്, കൈകൾ ഉയർത്തിപ്പിടിക്ക്. ഇരുളിൽ റിലേയുടെ അലർച്ച മുഴങ്ങി. കാറിനുള്ളിൽ മിസ് ബ്ലാൻഡിഷ് ഭയം കൊണ്ട് വിറച്ചു. അലൻ ചെറുക്കാൻ ശ്രമിച്ചെങ്കിലും തോക്കിൻ്റെ പാത്തി കൊണ്ടുള്ള അടിയേറ്റ് അവൻ സീറ്റിലേക്ക് കുഴഞ്ഞു വീണു. ചോര തെറിച്ചു. റിലേ കാറിൻ്റെ വാതിൽ വലിച്ചു തുറന്നു. അവൻ്റെ ലക്ഷ്യം ആ നെക്ലേസ് മാത്രമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. ആ നിമിഷത്തെ വെപ്രാളത്തിനിടയിൽ അവർ ഒരു തീരുമാനമെടുത്തു. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായ തീരുമാനം. അവളെയും കൂടി എടുക്ക്, പെട്ടെന്ന്. മിസ് ബ്ലാൻഡിഷിന് നിലവിളി വിജനമായ റോഡിൽ അലയിടിച്ചു. അവർ അവളെ വലിച്ചഴിച്ച് തങ്ങളുടെ കാറിലേക്ക് കയറ്റി. വജ്രഹാരത്തിനൊപ്പം വലിയൊരു ദുരന്തത്തെ കൂടിയാണ് അവർ ആ കാറിലേക്ക് കയറ്റിയതെന്ന് അപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല. കാർ ഇരുളിലേക്ക് കുതിച്ചു. പിന്നിൽ റോഡരികിൽ അനാഥമായി കിടക്കുന്ന കാറിൽ ബോധമറ്റ് കിടക്കുന്ന അലനും വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിൻ്റെ സൂചനയും മാത്രം അവശേഷിച്ചു. നഗരത്തിൻ്റെ മറ്റൊരു കോണിൽ ആഡംബരത്തിൻ്റെ അവസാന വാക്കായ പാരഡൈസ് ക്ലബ്ബ് വർണ്ണച്ചെറുകളിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു. പുറമെ സംഗീതവും നൃത്തവും ചിരിയും നിറഞ്ഞ ആ ലോകത്തിന് പിന്നിൽ ഇരുണ്ടതും ഭയാനകവുമായ മറ്റൊരു ലോകം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവിടെ പുക നിറഞ്ഞ ഒരു രഹസ്യമുറിയിൽ അധോലോകത്തെ വിറപ്പിക്കുന്ന ആ സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. മാഗ്രിസൺ. കാഴ്ചയിൽ സാധാരണക്കാരിയായ ഒരു വയോധിക. പക്ഷേ ആ കണ്ണുകളിലെ ക്രൂരത കണ്ടാൽ ഏത് കൊടും ക്രിമിനലും ഒന്ന് പതറും. അവളുടെ മുന്നിലെ മേശപ്പുറത്ത് അന്നത്തെ പത്രം നിവർത്തി വെച്ചിരുന്നു. വലിയ അക്ഷരങ്ങളിൽ അച്ചടിച്ച തലക്കെട്ട് അവൾ ഒന്നുകൂടി വായിച്ചു. കോടീശ്വരപുത്രി മിസ് ബ്ലാൻഡിഷിനെ കാണാനില്ല. മാഗ്രിസൺ പുച്ഛത്തോടെ ചുണ്ടുകൾ കൊട്ടി. ആ വിട്ടിയായ റിലേ സംഘവുമാണ് ഇതിന് പിന്നിൽ. അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അവൾ പിറുപിറുത്തു. മുറിയുടെ ഇരുണ്ട മൂലയിൽ ചാരുകസേരയിൽ മറ്റൊരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. സ്ലിം ഗ്രീസൺ, മാഗ്രിസൻ്റെ മകൻ. മെലിഞ്ഞ സുന്ദരനായ ചെറുപ്പക്കാരൻ. പക്ഷേ അവൻ്റെ കൈവിരലുകൾക്കിടയിൽ ഒരു ചെറിയ കത്തി മിന്നൽ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു. അവൻ്റെ നോട്ടം ശൂന്യമായിരുന്നു. എന്നാൽ ഉള്ളിൽ കൊടും ക്രൂരത തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അമ്മേ, നമ്മൾ എന്തിനാണ് ഇതിലിടപെടുന്നത്? സ്ലിം ചോദിച്ചു. അവൻ്റെ ശബ്ദം തണുത്തുറഞ്ഞിരുന്നു. കാരണം ഇത് വലിയൊരു അവസരമാണ് സ്ലിം, മാഗ്രിസൺ പറഞ്ഞു. റിലേ വെറുമൊരു മോഷണ സംഘമാണ്. ബ്ലാൻഡിഷിൻ്റെ മകൾ അവരുടെ കയ്യിൽ സുരക്ഷിതമല്ല. പോലീസ് സമ്മർദ്ദം കൂടിയാൽ അവർ അവളെ കൊന്നേക്കാം, അല്ലെങ്കിൽ വെറുതെ വിട്ടേക്കാം. രണ്ടായാലും നമുക്ക് ഗുണമില്ല. പക്ഷേ അവളെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ? മാഗ്രിസിൻ്റെ കണ്ണുകൾ തിളങ്ങി. ജോൺ ബ്ലാൻഡിഷ് തൻ്റെ സ്വത്ത് മുഴുവൻ എഴുതിത്തരും. സ്ലിം കറക്കിക്കൊണ്ടിരുന്ന കത്തി മേശപ്പുറത്ത് ആഞ്ഞു തറച്ചു. ആ ശബ്ദം മുറിയിൽ മുഴങ്ങി. അവൻ മെല്ലെ പറഞ്ഞു, നമ്മൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. സ്ലിം പറഞ്ഞു.
അവൻ്റെ മനസ്സിൽ പണമായിരുന്നില്ല, മറിച്ച് പത്രത്തിൽ കണ്ട മിസ് ബ്ലാൻഡിഷിൻ്റെ ചിത്രമായിരുന്നു. ആ സുന്ദരിയായ പെൺകുട്ടിയെ സ്വന്തമാക്കുക എന്ന ചിന്ത അവനിൽ വല്ലാത്തൊരു ലഹരി നിറച്ചു. മാഗ്രിസൺ തൻ്റെ വിശ്വസ്തയായ ഗുണ്ടയെ വിളിച്ചു. എൻ്റെ കുട്ടികൾ റിലേ അന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. അവൻ എവിടെ ഒളിച്ചാലും നമ്മൾ കണ്ടെത്തും. ഇന്ന് രാത്രി തന്നെ മിസ് ബ്ലാൻഡിഷ് പാരഡൈസ് ക്ലബ്ബിൽ ഉണ്ടായിരിക്കണം. പുറത്ത് കാറ്റ് ശക്തമായി വീശിക്കൊണ്ടിരുന്നു. റിലേ സംഘവും തങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ആഴമറിയാതെ ഒളിച്ചിരിക്കുമ്പോൾ അവരെ തേടി നഗരത്തിലെ ഏറ്റവും അപകടകാരികളായ വേട്ടക്കാർ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് വെറുമൊരു തട്ടിക്കൊണ്ടുപോകലല്ല, മറിച്ച് ചോരയിൽ കുളിച്ചൊരു വേട്ടയാണ്. നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ വിജനമായൊരു ഫാം ഹൗസ്. പുറത്ത് കോരിച്ചൊരിയുന്ന മഴയും ഇടിമുഴക്കവും. അകത്ത് റിലേ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ഓരോ മിന്നൽ വെളിച്ചത്തിലും അയാളുടെ മുഖത്തെ ഭയം തെളിഞ്ഞു കണ്ടു. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. പത്രങ്ങളിലും റേഡിയോയിലും മുഴുവൻ മിസ് ബ്ലാൻഡിഷിനെക്കുറിച്ചുള്ള വാർത്തകളാണ്. മുറിയുടെ ഒരു മൂലയിൽ കൈകാലുകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ മിസ് ബ്ലാൻഡിഷ് തേങ്ങിക്കരയുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിലെ തിളക്കം മാഞ്ഞുപോയിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് മാറണം, ഉടനെ തന്നെ. റിലേ തൻ്റെ കൂട്ടാളികളോട് അലറി. പോലീസ് മണത്തറിഞ്ഞ് വരും മുമ്പേ. പക്ഷേ റിലേയുടെ വാചകം മുഴുവിപ്പിക്കാൻ വിധി അനുവദിച്ചില്ല. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. മഴയുടെ ഇരുമ്പലിനെ ഭേദിച്ചുകൊണ്ട് പുറത്ത് വലിയ വാഹനങ്ങളുടെ ശബ്ദം കേട്ടു. ടയറുകൾ ചെളിയിൽ പുളയുന്ന ശബ്ദം. റിലേ ഞെട്ടിത്തിരിഞ്ഞ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ ഫാം ഹൗസിനെ വെളിച്ചത്തിൽ കുളിപ്പിച്ചു. ഇരുട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ രൂപങ്ങളെ കണ്ടതും അയാളുടെ രക്തം മരവിച്ചു. ഇത് പോലീസല്ല, അവരാണ് ഗ്രിസൺ ഗാങ്. റിലേയുടെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവർക്ക് പ്രതികരിക്കാൻ ഒരു നിമിഷം പോലും ലഭിച്ചില്ല. ഫാം ഹൗസിൻ്റെ വാതിൽ വലിയൊരു ശബ്ദത്തോടെ തകർക്കപ്പെട്ടു. യന്ത്രത്തോക്കുകളുമായി ഗ്രിസൻ്റെ ഗുണ്ടകൾ അകത്തേക്ക് ഇരച്ചു കയറി. അതൊരു യുദ്ധമായിരുന്നില്ല, ഒരു കൂട്ടക്കൊലയായിരുന്നു. റിലേയും ഹേനിയും ബ്ലെയിലിയും തോക്കെടുക്കാൻ പോലും സാവകാശം കിട്ടാതെ വെടിയേറ്റ് വീണു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പഴയ ഫാം ഹൗസ് ഒരു ശവപ്പറമ്പായി മാറി. മുറിയിൽ ചോരയുടെയും വെടിമരുന്നിൻ്റെയും ഗന്ധം നിറഞ്ഞു. വെടിയുച്ചകൾ നിലച്ചു. മൃതദേഹങ്ങൾക്കിടയിലും സ്ലിം ഗ്രിസൺ സാവധാനം നടന്നു നീങ്ങി. അവൻ ടോർച്ച് വെളിച്ചം മുകളിൽ ചുരുണ്ടിരുന്ന മിസ് ബ്ലാൻഡിഷിൻ്റെ മുഖത്തേക്ക് അടിച്ചു. ചോരയിൽ കുളിച്ച അന്തരീക്ഷത്തിലും ഭയം കൊണ്ട് മരവിച്ച ആ സുന്ദര രൂപത്തെ അവൻ കണ്ണിമ വയ്ക്കാതെ നോക്കി നിന്നു. ഒരു വേട്ടക്കാരൻ തൻ്റെ വിലപിടിപ്പുള്ള ഇരയെ നോക്കി നിൽക്കുന്നത് പോലെ. ഇവളെ വണ്ടി കയറ്റ്, സ്ലിം ശാന്തമായി പറഞ്ഞു. അവർ അവളെ വലിച്ചിഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. താൻ രക്ഷപ്പെടുമെന്ന് ഒരു നിമിഷം അവൾ കരുതിയിരിക്കാം. പക്ഷേ ചെറിയ ചെകുത്താന്മാരിൽ നിന്ന് വലിയ ചെകുത്താന്മാരുടെ കൈകളിലേക്കാണ് താൻ വീണിരിക്കുന്നതെന്ന് അവൾ വൈകാതെ തിരിച്ചറിയുകയായിരുന്നു. അവളുടെ യഥാർത്ഥ നരകയാതന അവിടെ തുടങ്ങുകയായിരുന്നു. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഗ്രിസൺ ഗ്യാങ്ങിൻ്റെ കറുത്ത കാർ നഗരത്തിലേക്ക് പ്രവേശിച്ചു. കാറിൻ്റെ പിൻസീറ്റിൽ 2 ഗുണ്ടകൾക്കിടയിൽ മിസ് ബ്ലാൻഡിഷ് മരവിച്ചിരിക്കുകയായിരുന്നു. ഫാം ഹൗസിലെ ചോരക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അതിനേക്കാൾ വലിയൊരു ഇരുട്ടിലേക്കാണ് താൻ എത്തിയിരിക്കുന്നതെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. കാർ ചെന്ന് നിന്നത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു കൂറ്റൻ കെട്ടിടത്തിന് പിന്നിലായിരുന്നു. പാരഡൈസ് ക്ലബ്ബ്. പുറമെ ആഡംബരത്തിൻ്റെ അവസാന വാക്ക്. മദ്യവും സംഗീതവും ഒഴുകുന്ന സ്വർഗം. എന്നാൽ അതിനുള്ളിലെ രഹസ്യ വഴികളിലൂടെ മിസ് ബ്ലാൻഡിഷിനെ അവർ വലിച്ചിഴച്ചു കൊണ്ടുപോയി. നീളൻ ഇടനാഴികൾ താണ്ടി ഒടുവിൽ വലിയൊരു മുറിയിലേക്ക്. അവിടെ പുകനിറഞ്ഞ അന്തരീക്ഷത്തിൽ ഒരു സോഫയിൽ മാഗ്രിസൺ ഇരിപ്പുണ്ടായിരുന്നു. മിസ് ബ്ലാൻഡിഷിനെ കണ്ടതും ആ വൃദ്ധയുടെ കണ്ണുകൾ ഇടുങ്ങി. ഒരു അറപ്പുകാരൻ വിൽപ്പനയ്ക്ക് വെച്ച മൃഗത്തെ പരിശോധിക്കുന്നത് പോലെ അവർ ബ്ലാൻഡിഷിനെ അടിമുടി നോക്കി. ബ്ലാൻഡിഷിൻ്റെ മുടിയും വസ്ത്രവും അലങ്കോലമായിരുന്നു. കണ്ണുകളിൽ മരണം നിഴലിച്ചിരുന്നു. ഇതാണോ ആ പെൺകുട്ടി? മാഗ്രിസൺ പുച്ഛത്തോടെ ചോദിച്ചു. ഇവളെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലല്ലോ. ഇവൾക്കാണോ ബ്ലാൻഡിഷ് ലക്ഷണങ്ങൾ തരാൻ പോകുന്നത്? പക്ഷേ മുറിയുടെ ഇരുണ്ട കോണിൽ നിന്ന് മറ്റൊരാൾ മുന്നോട്ട് വന്നു. സ്ലിം ഗ്രിസൺ. അവൻ്റെ നോട്ടം വ്യത്യസ്തമായിരുന്നു. മാഗ്രിസൺ അവളെ പണമായി കണ്ടപ്പോൾ സ്ലിം അവളെ നോക്കിയത് മറ്റെന്തോ ആയിരുന്നു. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം. ഭയം കൊണ്ട് വിറയ്ക്കുന്ന ആ പെൺകുട്ടിയിൽ നിന്ന് കണ്ണെടുക്കാൻ അവന് കഴിഞ്ഞില്ല. അവൾ സുന്ദരിയാണ് മാ, സ്ലിം പതിയെ പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിൽ ഒരു ഉടമസ്ഥാവകാശമുണ്ടായിരുന്നു. അവളെ ആരും തൊട്ടുപോകരുത്. മാഗ്രിസൺ മകനെ രൂക്ഷമാക്കി നോക്കി. അപകടം മണത്തു. സ്ലിം, ഓർക്കുക, ഇതൊരു ബിസിനസ്സാണ്. അച്ഛൻ ബ്ലാൻഡിഷ് പണം തരുന്ന നിമിഷം ഇവളെ നമ്മൾ തിരിച്ചയക്കും. നിന്റെ കളിപ്പാട്ടമല്ല ഇവൾ. സ്ലിം മറുപടി പറഞ്ഞില്ല. അവൻ്റെ മുഖത്തൊരു വികൃതമായ ചിരി വിടർന്നു. അവർ മിസ് ബ്ലാൻഡിഷിനെ മുകളിലത്തെ നിരയിലുള്ള ഒരു മുറിയിലേക്ക് മാറ്റി. വില കൂടിയ ഫർണിച്ചറുകളും പട്ടുപിരിച്ച കിടക്കുകളുമുള്ള ഒരു ആഡംബര മുറി. പക്ഷെ അതിന് ജനലുകളില്ലായിരുന്നു.
ശബ്ദം പുറത്തേക്ക് പോകില്ല. അതൊരു സ്വർണ്ണക്കൂടായിരുന്നു. വാതിൽ പുറത്തുനിന്ന് പൂട്ടി താൻ തനിച്ചാണെന്ന് കരുതിയ ആ നിമിഷം വാതിലെ ലോക്ക് തിരിയുന്ന ശബ്ദം കേട്ടു. വാതിൽ മെല്ലെ തുറന്നു. സ്ലിം ഗ്രീസൺ അകത്തേക്ക് കടന്നു വന്നു. അവൻ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടു. പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒരു ഭ്രാന്തൻ കൊലയാളിയുടെ കൂടെ ആ മുറിയിൽ കുടുങ്ങിപ്പോയ നിമിഷം മിസ് ബ്ലാൻഡിഷ് ശരിക്കും കുടുങ്ങി. അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ ശ്വാസതാളം നിലച്ചുപോയി. ഗ്രിസൺ ഗാങ്ങിൻ്റെ ക്രൂരത എന്താണെന്ന് അവൾ അറിയാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കോടീശ്വരനായ ജോൺ ബ്ലാൻഡിഷിൻ്റെ ആഡംബര വസതിയിൽ മരണതുല്യമായ നിശബ്ദത തളം കെട്ടി നിന്നു. പോലീസ് ഉദ്യോഗസ്ഥർ പോയി വന്നുകൊണ്ടിരുന്നു. പക്ഷേ ആർക്കും ആ അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. റിലേയുടെ ഫാം ഹൗസിൽ കണ്ടെത്തിയ 3 മൃതദേഹങ്ങൾ പോലീസിനെ കുഴക്കിയിരുന്നു. അവിടെ മിസ് ബ്ലാൻഡിഷ് ഉണ്ടായിരുന്നില്ല എന്നത് ആ പിതാവിൻ്റെ അവസാന പ്രതീക്ഷയും കെടുത്തിക്കളഞ്ഞിരുന്നു. നിയമത്തിൻ്റെ വഴികൾ അവിടെ അവസാനിച്ചിരുന്നു. മിസ് ബ്ലാൻഡിഷ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ വക്കീൽ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പോലീസിനെ അല്ല, ചെളിക്കുണ്ടിൽ ഇറങ്ങാൻ മടിയില്ലാത്ത ഒരാളെയാണ്. അങ്ങനെയാണ് ആ പേര് അവിടെ ഉയർന്നു കേട്ടത്. ഡേവ് ഫെനൻ, മുൻ ഒരു ക്രൈം റിപ്പോർട്ടർ, ഇപ്പോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്, പരുക്കൻ, പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവൻ, എന്നാൽ ഏറ്റെടുക്കുന്ന കേസ് പാതി വഴിയിൽ ഉപേക്ഷിക്കാത്തവൻ. ബ്ലാൻഡിഷിന് മുമ്പിൽ കാലുകൾ കയറ്റി വെച്ച് സിഗരറ്റ് പുകച്ച് വിട്ടുകൊണ്ട് ഫെനനിരുന്നു. നോക്കൂ മിസ്റ്റർ ബ്ലാൻഡിഷ്, റിലേ സംഘത്തെയും തീർത്തത് സാധാരണക്കാരല്ല, അത് നഗരത്തിലെ വൻ സ്രാവുകളാണ്. അവരുമായി കളിക്കാൻ പോലീസിന് പരിമിതികളുണ്ട്. പക്ഷേ എനിക്കില്ല. എൻ്റെ മകളെ തിരിച്ചു തരൂ, എന്ത് വിലയും ഞാൻ നൽകാം. ജോൺ ബ്ലാൻഡിഷ് കെഞ്ചി. ഫെനർ ഒന്ന് മൂടി. അതൊരു ഉറപ്പായിരുന്നു. നഗരത്തിലെ അധോലോകം ഭയക്കുന്ന ഒരേ ഒരു പേര് ഇനി രംഗത്തിറങ്ങുകയാണ്. ഇതേ സമയം പാരഡൈസ് ക്ലബിൻ്റെ ഉള്ളറകളിൽ മാഗ്രിസൺ തൻ്റെ അടുത്ത് നീക്കം നടത്തുകയായിരുന്നു. മേശപ്പുറത്ത് ഒരു കത്ത് തയ്യാറായിരുന്നു. ജോൺ ബ്ലാൻഡിഷിനുള്ള സന്ദേശം. $5,00,000 വജ്രങ്ങളായി മാത്രം. കത്തെഴുതി തീരുമ്പോൾ മാഗ്രിസൻ്റെ മുഖത്ത് ഒരു ഗൂഢാലോചനയുടെ ചിരിയുണ്ടായിരുന്നു. എന്നാൽ ആ ചിരി അധിക നേരം നീണ്ടു നിന്നില്ല. ഗ്യാങ്ങിലെ മറ്റൊരു പ്രധാനിയായ ഫ്ലിൻ അസ്വസ്ഥരായി അങ്ങോട്ട് കടന്നു വന്നു. കാര്യങ്ങൾ പന്തിയല്ല. സ്ലിം ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അവൻ ആ പെണ്ണിൻ്റെ കൂടെ തന്നെയാണ്. അവൻ്റെ സമല തെറ്റിയതുപോലെയുണ്ട്. മാഗ്രിസൻ്റെ മുഖം കറുത്തു. പണം കിട്ടിക്കഴിഞ്ഞാൽ മിസ് ബ്ലാൻഡിഷിനെ കൊന്നുകളയുക എന്നതായിരുന്നു ഗ്യാങ്ങിൻ്റെ പദ്ധതി. പക്ഷേ സ്ലിം ഗ്രിസൺ എന്ന ഭ്രാന്തൻ കാമുകൻ ആ പദ്ധതിക്ക് വിലങ്ങുതടിയാകുമെന്ന് അവർക്ക് തോന്നി തുടങ്ങി. മുകളിലെ അടച്ചിട്ട മുറിയിൽ സ്ലിം മിസ് ബ്ലാൻഡിഷിനെ നോക്കിയിരിക്കുകയായിരുന്നു. പുറം ലോകം എന്ത് ചിന്തിക്കുന്നു എന്നത് അവന് പ്രശ്നമായിരുന്നില്ല. ഭയം കൊണ്ട് വിറയ്ക്കുന്ന അവളെ മെല്ലെ തൻ്റെ വരുതിയിലാക്കാൻ അവൻ മയക്കുമരുന്നും ഭീഷണിയും ഉപയോഗിച്ചു തുടങ്ങി. പുറത്ത് ഡേവ് ഫെനനെന്ന് വേട്ടപ്പെട്ടി മണം പിടിച്ചു തുടങ്ങിയിരുന്നു. അകത്ത് സ്വന്തം മകൻ്റെ ഭ്രാന്ത് ഗ്യാങ്ങിനെ തകർക്കുമെന്ന് മാഗ്രിസൺ ഭയപ്പെട്ടു തുടങ്ങി. ഇരുവശത്തു നിന്നും തീപ്പരികൾ പാറിത്തുടങ്ങിയിരുന്നു. വലിയൊരു സ്ഫോടനത്തിന് ഇനി അധികം കാത്തു നിൽക്കേണ്ടി വരികയില്ല. നഗരത്തിലെ ചേരിപ്രദേശത്തുള്ള ബ്ലൂഗൂസ് എന്ന ബാറിൻ്റെ ഇരുളടഞ്ഞ മൂലയിൽ ഡേവ് ഫെനൻ കാത്തിരിക്കുകയായിരുന്നു. വെറുമൊരു മദ്യപാനിയായി അഭിനയിച്ച് അവിടെ ഇരിക്കുമ്പോഴും അയാളുടെ കണ്ണുകൾ കഴുകനെ പോലെ ചുറ്റും പരതുകയായിരുന്നു. റിലേയുടെ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ ഇവിടെ വരും. ഫെനൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. ഭയം കൊണ്ട് വിറയ്ക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ബാറിലേക്ക് കയറി വന്നു. റിലേയുടെ പഴയൊരു സഹായി. ഫെനൻ നിഴലിൽ നിന്ന് അനങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ആ ചെറുപ്പക്കാരൻ ഫെനൻ്റെ ഉരുക്കുമുഷ്ടിക്കുള്ളിലായി. റിലേ മരിച്ചു. പക്ഷേ അവൻ എവിടെയാണ് അവസാനമായി പോയതെന്ന് എനിക്കറിയാം. പറ. ഫെനൻ്റെ ശബ്ദം ഒരു മൂളൽ പോലെയായിരുന്നു. പക്ഷേ അതിൽ മരണം പതിയിരിപ്പുണ്ടായിരുന്നു. വിറച്ചുപോയ അവൻ ഒടുവിൽ വാതുറന്നു. എനിക്കറിയില്ല, പക്ഷെ റിലേക്ക് ഒരു പെണ്ണുണ്ടായിരുന്നു, അന്ന. അവൾക്ക് കാര്യങ്ങളറിയാം. ഫെനൻ അവനെ തള്ളി മാറ്റി. ചെറിയൊരു വെളിച്ചം അന്നയെ കണ്ടെത്തണം. അവളിലൂടെ മാത്രമേ ആ വലിയ സ്രാവുകളിലേക്ക് എത്താൻ കഴിയൂ. ഫെനൻ ബാറിൽ നിന്നിറങ്ങി ഇരുളിലേക്ക് മറഞ്ഞു. വേട്ട തുടങ്ങിക്കഴിഞ്ഞു. ഇതേ സമയം പാരഡൈസ് ക്ലബിൻ്റെ മുകളിലെ ആഡംബര മുറിയിൽ സമയം നിശ്ചലമായിരുന്നു. മിസ് ബ്ലാൻഡിഷ് പതിയെ കണ്ണു തുറന്നു. തല പെരുക്കുന്നുണ്ടായിരുന്നു. ചുറ്റും വില കൂടിയ പട്ടുവിരികളും സുഗന്ധദ്രവ്യങ്ങളും. പക്ഷേ അതൊന്നും അവളുടെ ഭയം കുറച്ചില്ല. മുറിയുടെ വാതിലിൽ അനക്കം കേട്ടതും അവൾ ഞെട്ടി എഴുന്നേറ്റു. സ്ലിം ഗ്രിസൺ. അവൻ അകത്തേക്ക് വന്നു. കയ്യിൽ വില കൂടിയ ഷാമ്പയിനും ഭക്ഷണവും. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ശാന്തതയായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. കുടിക്കൂ, ഇത് നിനക്ക് ആശ്വാസം തരും. അവൻ ഗ്ലാസ് നീട്ടി. ഭയം, നിരാശ, മയക്കുമരുന്നിൻ്റെ ആലസ്യം. മിസ് ബ്ലാൻഡിഷ് മെല്ലെ തളരുകയായിരുന്നു. പുറംലോകം തനിക്ക് അന്യമായിരിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി.
താഴത്തെ നിലയിലെ മാഗ്രിസനും കൂട്ടരും തന്നെ കൊല്ലാൻ കാത്തിരിക്കുകയാണ്. തന്നെ ജീവനോടെ നിലനിർത്തുന്നത് മുന്നിലുള്ള ഈ ഭ്രാന്തൻ മാത്രമാണ്. അവൾ അറിയാതെ അവനെ ആശ്രയിച്ച് തുടങ്ങുകയായിരുന്നു. സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന മാനസികാവസ്ഥയുടെ തുടക്കം. തൻ്റെ വേട്ടക്കാരനെ രക്ഷകനായി കാണാൻ തുടങ്ങുന്ന അവസ്ഥ. എൻ്റെ അച്ഛൻ പണം തന്നാൽ എന്നെ വിടുമോ? അവൾ വിറയലോടെ ചോദിച്ചു. സ്ലിം അവളുടെ മുടിയിലൂടെ വിരലൊടിച്ചു. അവൻ്റെ കണ്ണുകളിൽ ഭ്രാന്തമായ സ്നേഹം ജ്വലിച്ചു. നീ എവിടെയും പോകില്ല. പണം എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് നിന്നെയാണ്. താഴത്തെ നിലയിൽ മാഗ്രിസൻ അസ്വസ്ഥയായി കിടക്കുകയായിരുന്നു. പണം കൈമാറാനുള്ള സമയമെടുത്തു. വജ്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണിനെ തീർക്കണം. തെളിവുകൾ ബാക്കി വയ്ക്കരുത്, മാഗ്രിസൻ ഫ്ലിന്നിനോട് പറഞ്ഞു. പക്ഷേ സ്ലിം എന്ന തടസ്സം അവർക്ക് മുന്നിൽ നിൽക്കുന്നു. ഗ്യാങ്ങിനുള്ളിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ നടക്കുകയായിരുന്നു. പുറത്ത് ഫെറൻ എന്ന വേട്ടക്കാരൻ അടുത്തെത്തിയിരിക്കുന്നു. അകത്ത് സ്ലിം ഗ്രിസൻ എന്ന ഭ്രാന്തൻ കാമുകൻ ഒരുക്കിയിരിക്കുന്ന സ്വർണ്ണക്കൂട്. അതിനിടയിൽ പെട്ടുപോയ മിസ് ബ്ലാനിഷിൻ്റെ വിധി ഇനി എങ്ങോട്ടാണ്? നഗരത്തിൻ്റെ പുറത്തുള്ള വിജനമായ ഒരു ഹൈവേ. കനത്ത മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. അവിടെ തൻ്റെ കാറിൻ്റെ ബോണറ്റിന് മുന്നിൽ ഒരു മനുഷ്യൻ വിറയ്ക്കുന്ന കൈകളുമായി നിന്നിരുന്നു. ജോൺ ബ്ലാൻഡിഷ്. കയ്യിലെ ചെറിയൊരു തുകൽപ്പെട്ടി, അതിനുള്ളിൽ $5,00,000 വിലമതിക്കുന്ന വജ്രങ്ങൾ. തൻ്റെ മകളുടെ ജീവൻ്റെ വില. ഫോണിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ കൃത്യമായിരുന്നു. പെട്ടി റോഡരിയിൽ വയ്ക്കുക, തിരിഞ്ഞു നോക്കാതെ വണ്ടിയിൽ കയറി പോവുക. അദ്ദേഹം പെട്ടി താഴെ വെച്ചു. ഒരു നിമിഷം ആ അച്ഛൻ്റെ മനസ്സ് തേങ്ങി. എൻ്റെ മകളെ ഉപദ്രവിക്കരുത്, അദ്ദേഹം ആ ശൂന്യതയോട് അപേക്ഷിച്ചു. കാറിൽ കയറി അദ്ദേഹം മറിഞ്ഞതും ഇരുളിൽ നിന്ന് മറ്റൊരു വാഹനം ചീറിപ്പാഞ്ഞു വന്നു. ഒരു നിഴൽ പോലെ ഒരാൾ ഇറങ്ങി. പെട്ടി കയ്യിലാക്കി. നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായി. കൈമാറ്റം പൂർത്തിയായി. അതേസമയം പാരഡൈസ് ക്ലബിൻ്റെ രഹസ്യമുറിയിൽ ഉന്മാദത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു. മാഗ്രിസൻ ആ തുകൽപ്പെട്ടി തുറന്നു. വജ്രങ്ങളുടെ തിളക്കം ആ മുറിയിൽ പരന്നു. നമ്മൾ ജയിച്ചുമാ, നമ്മൾ ജയിച്ചു, ഫ്ലിൻ ആവേശത്തോടെ പറഞ്ഞു. മാഗ്രിസൻ വജ്രങ്ങൾ ഓരോന്നായി പരിശോധിച്ചു. അവളുടെ കണ്ണുകളിൽ അത്യാഗ്രഹം ജ്വലിച്ചു. ഇനി ഒരു കാര്യം കൂടി ബാക്കി. അവൾ ക്രൂരമായി ചിരിച്ചു. തെളിവ് നശിപ്പിക്കണം. ആ പെണ്ണിനെ ഇന്ന് രാത്രി തന്നെ തീർക്കണം. ഞാൻ ചെയ്തോളാം. ഫ്ലിൻ തോക്കെടുത്ത് പരിശോധിച്ചു. അവളെ കൊന്ന് മൃതദേഹം പുഴയിൽ തള്ളാം. അവർ എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴാണ് വാതിൽ തുറക്കപ്പെട്ടത്. സ്ലിം ഗ്രിസൻ. അവൻ വാതിൽപ്പടിയിൽ നിന്നു. അവൻ്റെ കയ്യിൽ ഒരു ഓട്ടോമാറ്റിക് പിസ്റ്റൾ ഉണ്ടായിരുന്നു. അത് ഫ്ലിൻറ്റിൻ്റെ നെഞ്ചിന് നേരെ ചൂണ്ടിയിരുന്നു. ആരും അനങ്ങിപ്പോരുത്, സ്ലിം കുരച്ചു. അവൻ്റെ ശബ്ദം മുറിയിലെ ആവേശത്തെ കെടുത്തിയിരുന്നു. സ്ലിം, എന്താണ് ഈ കാണിക്കുന്നത്? മാഗ്രിസൻ അലറി. അവൾ മരിക്കില്ല, സ്ലിം ശാന്തമായി പറഞ്ഞു. പണം നിങ്ങൾ എടുത്തോളൂ, പക്ഷേ എനിക്ക് അവളെ വേണം. ആരെങ്കിലും അവളെ തൊടാൻ ശ്രമിച്ചാൽ ഈ വജ്രങ്ങൾക്കിടയിൽ അവൻ്റെ ശവം വീഴും. മുറിയിൽ മരണതുല്യമായ നിശബ്ദത. മാഗ്രിസൻ സ്തംഭിച്ചുപോയി. സ്വന്തം മകൻ കൈവിട്ടു പോയിരിക്കുന്നു. അവൻ്റെ കണ്ണുകളിലെ ഭ്രാന്ത് കണ്ടപ്പോൾ എതിർക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. ഗ്യാങ്ങിൻ്റെ നിയമങ്ങൾ സ്ലിം ലംഘിച്ചിരിക്കുന്നു. ഇതേ സമയം നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഡേവ് ഫെനൻ തൻ്റെ വേട്ട തുടരുകയായിരുന്നു. റിലയുടെ കാമുകനായ അന്നയെ ഫെനൻ കണ്ടെത്തിയിരുന്നു. ഭയന്നു കുറച്ച ആ പെൺകുട്ടിയിൽ നിന്ന് ഫെനൻ ആ സത്യം തിരിച്ചറിഞ്ഞു. റിലെ അവസാനമായി ഫോൺ ചെയ്തത് പാരഡൈസ് ക്ലബിലേക്കാണ്, ഗ്രിസണിൻ്റെ ആളുകളെയാണ്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഫെനൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. ലക്ഷ്യം വ്യക്തമായിരിക്കുന്നു. പാരഡൈസ് ക്ലബ്ബ്, ഗ്രിസൺ ഗാങ്. ഫെനൻ പിറുപിറുത്തു. അയാൾ തൻ്റെ റിവോൾവർ എടുത്തു. അരയിൽ തിരികെ. സിംഹത്തിൻ്റെ മടയിലേക്ക് കയറാനുള്ള സമയമായിരിക്കുന്നു. ഗ്രിസൺ ഗാങ് വജ്രങ്ങൾ കിട്ടിയ സന്തോഷത്തിലായിരിക്കാം. പക്ഷേ അവരുടെ കാരൻ തൊട്ടു പിന്നാലെ നടക്കുന്നുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. നഗരത്തിൻ്റെ രാത്രി ജീവിതം അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നു. പാരഡൈസ് ക്ലബിൻ്റെ മുന്നിൽ വില കൂടിയ കാറുകൾ വന്നു നിന്നുകൊണ്ടിരുന്നു. സംഗീതവും ചിരിയും മദ്യത്തിൻ്റെ മണവും അവിടെ ഒഴുകി നടന്നു. ആ തിരക്കിനിടെ ഒരു നിഴൽ പോലെ ഡേവ് ഫെനൻ അകത്തേക്ക് കയറി. അയാൾ അവിടെ വന്നത് ആഘോഷിക്കാനായിരുന്നില്ല. അയാളുടെ കണ്ണുകൾ ഒരു സ്കാനർ പോലെ ആ ക്ലബിൻ്റെ ഓരോ മുക്കും മൂലയും പരിശോധിക്കുകയായിരുന്നു. തിളങ്ങുന്ന വെളിച്ചങ്ങൾക്കും ആഡംബരത്തിന് പിന്നിൽ ഗ്രിസൺ ഗാങ്ങിൻ്റെ ക്രൂരത ഒളിച്ചിരിപ്പുണ്ടെന്ന് ഫെനന് അറിയാമായിരുന്നു. അയാൾ ബാർ കൗണ്ടറിൽ ഇരുന്ന് ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്തു. കണ്ണുകൾ മുകളിലത്തെ നിലയിലേക്ക് പോകുന്ന ഗോവണിയിലുടക്കി. അവിടെ കറുത്ത കോട്ടിട്ട 2 ഗുണ്ടകൾ കാവൽ നിൽക്കുന്നു. സാധാരണക്കാർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അവിടെയാണ് അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഫെനൻ മനസ്സിനെ ഉറപ്പിച്ചു. പക്ഷേ ഫെനൻ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ അയാളെ നിരീക്ഷിക്കാനും അവിടെ ആളുണ്ടായിരുന്നു. ക്ലബിൻ്റെ ഓഫീസ് മുറിയിലെ രഹസ്യ ജാലകത്തിലൂടെ മാഗ്രിസൻ ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അപരിചിതനായ ഒരാൾ. അയാളുടെ നോട്ടം സാധാരണക്കാരൻ്റേതല്ല. അതാരാണ്? മാഗ്രിസൻ തൻ്റെ വിശ്വസ്തരോട് ചോദിച്ചു.
അത് ഫെറനാണ്. ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഒരു ഗുണ്ട മറുപടി നൽകി. മാഗ്നസിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ ഇവിടെ വരെ എത്തിയോ? അവനെ വെറുതെ വിട്ടാൽ നമ്മുടെ അന്ത്യമാണ്. അവൾ ഫോണെടുത്തു. അവളുടെ ശബ്ദം മഞ്ഞുപോലെ തണുത്തുറഞ്ഞിരുന്നു. അവൻ പുറത്തിറങ്ങുമ്പോൾ തീർത്ത് കളയണം. ഇന്ന് രാത്രി ഫെറൻ്റെ അവസാന രാത്രിയായിരിക്കണം. അതേസമയം മുകളിലത്തെ സ്വർണ്ണക്കൂട്ടിൽ സ്ലിം ഗ്രിസൺ തൻ്റെ സ്വന്തം ലോകത്തായിരുന്നു. താഴെ തൻ്റെ സാമ്രാജ്യത്തിന് നേരെ വരുന്ന ഭീഷണികൾ അവൻ അറിഞ്ഞിരുന്നില്ല. മിസ് ബ്ലാഡിഷിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവൻ സംസാരിക്കുകയായിരുന്നു. നമ്മൾ പോകും ദൂരേക്ക്. ആരും നമ്മളെ ശല്യപ്പെടുത്തില്ല. സ്ലിം പിറുപിറുത്തു. മിസ് ബ്ലാഡിഷ് ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു. അവളുടെ മനസ്സ് പകുതി മരിച്ചു കഴിഞ്ഞിരുന്നു. സ്ലിമ്മിൻ്റെ സാമീപ്യം മാത്രമാണ് ഇപ്പോൾ അവൾക്ക് പരിചിതം. താഴെ ഡേവ് ഫെറൻ തൻ്റെ ഡ്രിങ്ക് തീർത്ത് എഴുന്നേറ്റു. കാര്യങ്ങൾ പന്തിയല്ലെന്ന് പഴയ റിപ്പോർട്ടറുടെ ഉള്ളിലിരുന്ന് ആരോ വിളിച്ചു പറഞ്ഞു. ചുറ്റുമുള്ള ചില മുഖങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. വായുവിൽ അപകടത്തിൻ്റെ ഗന്ധം. ഫെറൻ സാവധാനം പുറത്തേക്ക് നടന്നു. തിരക്കേറിയ തെരുവിലൂടെ ഇറങ്ങാതെ ക്ലബിൻ്റെ പിൻവശത്തെ ഇരുണ്ട വഴികളിലൂടെ അയാൾ ഇറങ്ങി. അതൊരു കെണിയാണെന്ന് അയാൾക്കറിയാമായിരുന്നു. പക്ഷെ വേട്ടക്കാരനെ വീഴ്ത്താൻ വിരിച്ച വല ചിലപ്പോൾ വേട്ടക്കാരന് ഗുണകരമായേക്കാം. ഇരുളിൽ കാത്തുനിന്ന ഗ്രിസണിൻ്റെ വാടക കൊലയാളികൾ തോക്ക് ലോഡ് ചെയ്തു. ഫെറൻ നടന്നു വരുന്നത് അവരുടെ മരണത്തിലേക്കാണോ അതോ ഫെറൻ്റെ മരണത്തിലേക്കാണോ എന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനിക്കപ്പെടും. പാരഡൈസ് ക്ലബിൻ്റെ പിൻഭാഗത്തെ ഇരുണ്ട വഴിയിൽ മരണതുല്യമായ നിശബ്ദതയായിരുന്നു. ഡേവ് ഫെറൻ തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് സാവധാനം നടന്നെങ്ങി. ഓരോ നിഴലിലും അപകടം പരിധിയിരിപ്പുണ്ടെന്ന് ആ പഴയ ഡിറ്റക്റ്റീവിന് അറിയാമായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഇരുളിൽ നിന്നും ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഫെറയുടെ മുഖത്തേക്ക് പാഞ്ഞൊലിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ പിന്നിൽ നിന്ന് തീതുപ്പുന്ന ശബ്ദങ്ങൾ. ഠേ ഠേ. വെടിയുണ്ടകൾ ഫെറയുടെ തൊട്ടരിയിലൂടെ ചീറിപ്പാഞ്ഞു. സിമന്റ് ഭിത്തിയിൽ അത് തുളച്ചു കയറി പൊടി പറത്തി. എന്നാൽ വെളിച്ചം വീണ നിമിഷം തന്നെ ഫെറൻ നിലത്തേക്ക് കുതിച്ചു ചാടിയിരുന്നു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു പഴയ ട്രക്കിന് മുന്നിലേക്ക് അയാൾ മറഞ്ഞു. അക്രമി സംഘം കരുതിയത് ഫെറൻ ഭയന്നോടുമെന്നാണ്. പക്ഷേ അവർക്ക് തെറ്റി. ഫെറൻ വെറുമൊരു ഡിറ്റക്റ്റീവ് ആയിരുന്നില്ല. തെരുവിൻ്റെ നിയമങ്ങൾ അറിയാവുന്ന പോരാളിയായിരുന്നു. അയാൾ തൻ്റെ 38 സ്പെഷ്യൽ റിവോൾവർ പുറത്തെടുത്തു. ശ്വാസം മടക്കി പിടിച്ച് നിഴലുകൾക്കിടയിലൂടെ ഉന്നം വെച്ചു. തീർത്ത് കളവരെ. കാറിലുണ്ടായിരുന്ന ഗുണ്ടയലറി. ഫെറൻ തിരിച്ചടിച്ചു. കൃത്യമായ ഉന്നം. കാറിൻ്റെ മുൻചക്രം വെടിയേറ്റ് തകർന്നു. പിന്നാലെ വന്ന വെടിയുണ്ട അക്രമണിൽ ഒരാളുടെ തോളിൽ തുളച്ചു കയറി. അയാൾ നിലവിളിച്ചുകൊണ്ട് തോക്ക് താഴേക്കിട്ടു. തിരിച്ചടി പ്രതീക്ഷിക്കാത്ത ഗുണ്ടകൾ പതറി. പോലീസുകാരൻ ദൂരെ നിന്ന് കേട്ടു തുടങ്ങിയതോടെ പണി പാളിയെന്ന് അവർക്ക് മനസ്സിലായി. വണ്ടിയെടുക്കടാ, പോലീസ് വരുന്നു. അവർ പിന്തിരിഞ്ഞോടി. മുറിവേറ്റവരെ വലിച്ചിഴച്ച് കാറിലേക്ക് കയറ്റി. അവർ ഇരുളിലേക്ക് മറഞ്ഞു. ഫെറൻ പതുക്കെ എഴുന്നേറ്റ് പൊടിതട്ടിക്കളഞ്ഞു. അയാളുടെ ചുണ്ടിൽ നേരിയൊരു ചിരിയുണ്ടായിരുന്നു. ഇനി കളി മാറും. അയാൾ പെറുപിറുത്തു. ഗ്രിസൺ ഗാങ് ഭയന്നിരിക്കുന്നു. അവർക്ക് പിഴച്ചു തുടങ്ങി. അതേസമയം പാരഡൈസ് ക്ലബിനുള്ളിൽ മാഗ്രിസൺ രോഷം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. തിരിച്ചെത്തിയ ഗുണ്ടകൾ തലകുനിച്ചു നിന്നു. നിങ്ങൾ അവരെ വെറുതെ വിട്ടെന്നോ? മാഗ്രിസൺ അലറി. അവളുടെ ശബ്ദം ക്ലബിൻ്റെ ഭിത്തികളിൽ പ്രതിധ്വനിച്ചു. നിങ്ങൾ വരുത്തി വെച്ചത് എന്താണെന്നറിയുമോ? അവനിനി പോലീസുമായേ വരൂ. നമ്മൾ തീർന്നു. ആ സ്ത്രീയുടെ മുഖത്ത് ആദ്യമായി ഭയം നിഴലിച്ചു. എന്നാൽ ഇതൊന്നും ആ മുറിയിലെ സ്ലിം ഗ്രിസനെ ബാധിച്ചില്ല. താഴെ ലോകം തകരുമ്പോഴും അവൻ്റെ പ്രണയിനിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ സ്ലിം? മിസ് ബ്ലാൻഡിഷ് ഭയത്തോടെ ചോദിച്ചു. അതൊന്നും സാരമില്ല, അവർ വെറുതെ ബഹളമുണ്ടാക്കിയാണ്. സ്ലിം ചിരിച്ചു. അവൻ്റെ ചിരിയിൽ വരാനിരിക്കുന്ന മരണത്തിൻ്റെ നിഴലുണ്ടായിരുന്നു. പുറത്ത് ഡേവ് ഫെറൻ പോലീസ് സ്റ്റേഷൻ്റെ പടികൾ കയറുകയായിരുന്നു. ചീഫ് ഓഫ് പോലീസിൻ്റെ മുറിയിലേക്ക് അയാൾ തള്ളിക്കയറി. എനിക്ക് അവളെ കിട്ടി ചീഫ്. മിസ് ബ്ലാൻഡിഷ് പാരഡൈസ് ക്ലബിലുണ്ട്. ഇനി കാത്തിരിക്കാൻ സമയമില്ല. നമ്മൾ അകത്തേക്ക് കയറണം. അത് നരകമാണെങ്കിൽ പോലും. നഗരത്തിലെ പോലീസ് സേന മുഴുവൻ തയ്യാറെടുക്കുകയായിരുന്നു. പാരഡൈസ് ക്ലബ് എന്ന അധോലോക കോട്ട തകർക്കാൻ സമയം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. നഗരം ഉറങ്ങിക്കിടക്കുമ്പോൾ പാരഡൈസ് ക്ലബിന് ചുറ്റുമുള്ള തെരുവുകൾ ഉണരുകയായിരുന്നു. ഡേവ് ഫെറൻ നൽകിയ സിഗ്നൽ കിട്ടിയതും ഇരുളിൽ പതിയിരുന്ന പോലീസ് വാഹനങ്ങൾ സൈറൻ മുഴക്കി കുതിച്ചെത്തി. നിമിഷങ്ങൾക്കുള്ളിൽ ക്ലബ്ബ് ഒരു കോട്ട പോലെ വളയപ്പെട്ടു. ഇത് പോലീസാണ്. നിങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്നു. തോക്ക് താഴെയിട്ട് പുറത്തേക്കിറങ്ങുക. ഉച്ചഭാഷണിയിലൂടെ മുഴങ്ങിയ ശബ്ദം ഗ്രിസൺ ഗാങ്ങിൻ്റെ നെഞ്ചിൽ ഇടുത്തിയ പോലെ വീണു. അകത്ത് മാഗ്രിസൺ ഞെട്ടിത്തെറിച്ചു. തൻ്റെ സാമ്രാജ്യം തകരാൻ പോകുന്നു. പക്ഷെ തോൽക്കാൻ ആ സ്ത്രീ തയ്യാറല്ലായിരുന്നു. അവരെ അകത്തേക്ക് കയറ്റരുത്. വെടിവെക്കൂ. അവൾ ഗുണ്ടകളോട് അലറി. ക്ലബിൻ്റെ ജനലുകൾ തകർന്നു. അകത്തുനിന്ന് യന്ത്രത്തോക്ക് തീതുപ്പി. പോലീസിന് നേരെ വെടിയുണ്ടയുടെ പെരുമഴ. അതോടെ പോലീസ് തിരിച്ചടിച്ചു. കണ്ണീർ വാതക ഷെല്ലുകൾ ക്ലബിനുള്ളിലേക്ക് എറിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ആഡംബരത്തിൻ്റെ സ്വർഗമായിരുന്ന പാരഡൈസ് ക്ലബ്ബ് ഒരു യുദ്ധക്കളമായി മാറി.
പൊടിപടലങ്ങൾക്കിടയിൽ ഗ്രിസന്റെ ഗുണ്ടകൾ ഓരോരുത്തരായി വെടിയേറ്റ് വീണു. ഗ്രിസൻ ഭയന്നോടി. തൻ്റെ വിശ്വസ്തനായ ഫ്ലിനും മറ്റുള്ളവരും രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ട് അവൾ മരവിച്ചുപോയി. ഗ്രിസൻ ഗ്യാങ് ചരിത്രമാവുകയായിരുന്നു. എന്നാൽ താഴെ നരകം പെയ്യുമ്പോൾ മുകളിലത്തെ നിലയിൽ സ്ലിം ഗ്രിസൻ ശാന്തനായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് ഒരുതരം ഭ്രാന്തമായ തിളക്കമായിരുന്നു. സമയം കഴിഞ്ഞു, നമ്മൾ പോകുന്നു. അവൻ മിസ് ബ്ലാൻഡിഷിൻ്റെ കയ്യിൽ പിടിച്ചു. എങ്ങോട്ട്? പുറത്ത് പോലീസാണ്, അവൾ കരഞ്ഞു. നമുക്ക് മാത്രം അറിയാവുന്ന ഒരു വഴിയുണ്ട്, സ്ലിം പറഞ്ഞു. അവൻ മുറിയിലെ വലിയ അലമാര നീക്കി. അതിനു പിന്നിൽ ഒരു ഇരുണ്ട തുരങ്കവാതിൽ, കെട്ടിടത്തിന് പിന്നിലെ വിജനമായ ഇടവഴിയിലേക്ക് തുറക്കുന്ന രഹസ്യവാതിൽ. മറ്റുള്ളവർ പോലീസുമായി ഏറ്റുമുട്ടി മരിക്കുമ്പോൾ അവരെ ബലി കൊടുത്തുകൊണ്ട് സ്ലിം മിസ് ബ്ലാൻഡിഷുമായി ആ ഇരുളിലേക്ക് ഇറങ്ങി. പിന്നിലെ ഇടവഴിയിൽ തയ്യാറായി വെച്ചിരുന്ന വേഗതയേറിയ കാറിൽ കയറി പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് അവർ കുതിച്ചു പാഞ്ഞു. താഴെ വെടിവെപ്പ് അവസാനിച്ചു. പുക നിറഞ്ഞ ഇടനാഴിയിലൂടെ ഡേവ് ഫെറൻ മുകളിലേക്ക് ഓടിക്കയറി. അവൻ്റെ ലക്ഷ്യം ഗ്രിസൻ ഗാങ് ആയിരുന്നില്ല, മിസ് ബ്ലാൻഡിഷ് ആയിരുന്നു. അവർ ആ സ്വർണ്ണക്കുട്ടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. തോക്ക് ചൂണ്ടി അകത്തേക്ക് കയറി. പക്ഷേ മുറി ശൂന്യമായിരുന്നു. ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങളും പകുതി കുടിച്ച ഷാമ്പയിൻ ഗ്ലാസും മാത്രം ബാക്കി. കിളിക്കൂട് തുറന്നു കിടക്കുന്നു. കിളി പറന്നു പോയിരിക്കുന്നു. ഫെറൻ നിരാശയോടെ ഭിത്തിയിലിടിച്ചു. രക്ഷപ്പെട്ടു. ആ ചെകുത്താൻ അവളെയും കൊണ്ട് രക്ഷപ്പെട്ടു. യുദ്ധം ജയിച്ചെങ്കിലും ലക്ഷ്യം പാളിപ്പോയിരിക്കുന്നു. സ്ലിം ഗ്രിസൻ എന്ന ഭ്രാന്തൻ കൊലയാളി തൻ്റെ ഇരയുമായി അവസാനത്തെ ഒളിച്ചോട്ടം തുടങ്ങിയിരുന്നു. ഇനി അവനെ പിടിക്കുക എന്നത് മരണത്തെ മുഖാമുഖം കാണുന്നതിന് തുല്യമാണ്. നഗരത്തിൻ്റെ വെളിച്ചങ്ങൾ പിന്നിലുപേക്ഷിച്ച് ഇരുളിലൂടെ സ്ലിം ഗ്രിസൻ്റെ കാർ ചീറിപ്പായുകയായിരുന്നു. വഴിയരിയിലെ മരങ്ങൾ പ്രേതരൂപങ്ങളെപ്പോലെ പിന്നിലേക്ക് പാഞ്ഞുപോയി. ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയായിരുന്നു അത്. കാറിനുള്ളിൽ കനത്ത നിശബ്ദത. സ്റ്റിയറിംഗ് വീലിൽ മുറുക്കെ പിടിച്ചിരുന്ന സ്ലിമ്മിൻ്റെ കണ്ണുകൾ ഭ്രാന്തമായൊരു വെളിച്ചമുണ്ടായിരുന്നു. നമ്മൾ രക്ഷപ്പെട്ടു, ഇനി ആരും നമ്മളെ പിടിക്കില്ല. അവൻ സ്വയം വിശ്വസിപ്പിക്കാനെന്ന വണ്ണം പെറുവിറുത്തു. എന്നാൽ പിൻസീറ്റിൽ ചുരുണ്ടുകൂടിയിരുന്ന മിസ് ബ്ലാൻഡിഷ് മറുപടിയൊന്നും പറഞ്ഞില്ല. അവളുടെ മനസ്സ് മരവിച്ചിരുന്നു. മാസങ്ങളായി തന്നെ തടവിലിട്ട് പീഡിപ്പിച്ച, അതേസമയം സ്നേഹിച്ച ഈ മനുഷ്യനോട് അവൾക്ക് എന്തോ ഒരു വിചിത്രമായ അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. അവരില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. പക്ഷേ സ്ലിമ്മിൻ്റെ കണക്കുകൂട്ടൽ തെറ്റായിരുന്നു. ആകാശത്ത് ഹെലികോപ്റ്ററിൻ്റെ നീണ്ട ഇരമ്പൽ കേട്ടു. പിന്നിൽ പോലീസ് വാഹനങ്ങളുടെ നീണ്ട നിര. ഡേവ് ഫെറനും പോലീസ് സംഘവും ടയർപ്പാടുകൾ പിന്തുടർന്ന് അവരെ കണ്ടെത്തിയിരിക്കുന്നു. കാടിൻ്റെ അതിർത്തിയിലെ വിജനമായ ഒരിടത്ത് സ്ലിം കാർ നിർത്തി. അവൻ പുറത്തേക്ക് നോക്കി. ചുറ്റുമിരുട്ടിൽ നിന്ന് ഡസൻ കണക്കിന് സെർച്ച് ലൈറ്റുകൾ മിന്നിത്തെളിഞ്ഞു. ആ വെളിച്ചത്തിൽ സ്ലിം ഗ്രിസൻ എന്ന അധോലാക നായകൻ കണ്ണിമിച്ച് മാറി നിന്നു. പുറത്തു വരൂ സ്ലിം, കളി കഴിഞ്ഞു. പോലീസ് ഉച്ചഭാഷണിയിലൂടെ മുഴക്കിയ ശബ്ദം കാട്ടിൽ പ്രതിധ്വനിച്ചു. സ്ലിം മിസ് ബ്ലാൻഡിഷിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചിരുന്നു. അവർക്ക് നിന്നെ കിട്ടില്ല, അവൻ ഉറപ്പിച്ചു പറഞ്ഞു. നമ്മൾ ഒന്നിച്ചേ പോകൂ. തോക്കുമായി അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി. കൈകളുയർത്തി കീഴടങ്ങുന്നതിന് പകരം അവൻ ആ പ്രകാശവലയത്തിലേക്ക് നടന്നു. എന്നെ പിടിക്കാൻ ധൈര്യമുള്ളവർ വാടാ, അവൻ അലറി. അവൻ്റെ കയ്യിലെ തോക്ക് പോലീസിന് നേരെ തീതുപ്പി. അതൊരു ആത്മഹത്യാപരമായ നീക്കമായിരുന്നു. മറുവശത്തു നിന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വെടിയുണ്ടകളുടെ പെരുമഴ തന്നെ ഉണ്ടായി. ശരീരമാസകാലം വെടിയേറ്റ് ഒരരിപ്പ് പോലെയായ സ്ലിം ഗ്രിസൻ പിന്നിലേക്ക് ആഞ്ഞു വീണു. ചോരയിൽ കുളിച്ച് മണ്ണിൽ കിടക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ കാറിലിരിക്കുന്ന മിസ് ബ്ലാൻഡിഷിനെ തേടുകയായിരുന്നു. ഒടുവിൽ ആ ക്രൂരമായ അധ്യായത്തിന് തിരശ്ശീല വീണു. സ്ലിം ഗ്രിസൻ മരിച്ചു. അവിടെ കാറിൻ്റെ പിൻസീറ്റിൽ പരിക്കുകളൊന്നുമില്ലാതെ മിസ് ബ്ലാൻഡിഷ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഫെറൻ ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു. നിങ്ങൾ സുരക്ഷിതയാണ്, നമുക്ക് പോകാം, ഫെറൻ പറഞ്ഞു. പക്ഷേ ഫെറൻ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നടുങ്ങിപ്പോയി. അത് പഴയ മിസ് ബ്ലാൻഡിഷ് ആയിരുന്നില്ല. ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ശരീരം മാത്രമായിരുന്നു അത്. ഫിലിമിൻ്റെ മരണം അവളെ സന്തോഷിപ്പിക്കുകയല്ല, മറിച്ച് തകർക്കുകയാണ് ചെയ്തതെന്ന് ആ നിമിഷം ഫെറൻ തിരിച്ചറിഞ്ഞു. വേട്ടക്കാരൻ വീണു. ഇര രക്ഷപ്പെട്ടോ, അതോ ഇരയും വേട്ടക്കാരനോടൊപ്പം മരിച്ചോ? സ്ലിം ഗ്രിസൻ്റെ ചോര വീണ കാട്ടിൽ നിന്ന് മിസ് ബ്ലാൻഡിഷിനെ അവർ തിരികെ കൊണ്ടുവന്നു. നഗരത്തിലെ ഏറ്റവും സുരക്ഷിതമായ ആഡംബരപൂർണ്ണമായ ഒരു ഹോട്ടൽ മുറി. അവളുടെ പിതാവ് ജോൺ ബ്ലാൻഡിഷ് മകൾ തിരിച്ചെത്തുന്നതിൻ്റെ ആശ്വാസത്തിലായിരുന്നു. എല്ലാം ശരിയാകും, പഴയതൊക്കെ മറന്നേക്കൂ, അദ്ദേഹം മകളെ ആശ്വസിപ്പിച്ചു. മികച്ച ഡോക്ടർമാരും നേഴ്സുമാരും അവളുടെ ചുറ്റും നിന്നു. പക്ഷേ ആ മുറിയിലെ വലിയ പട്ടുവിരിപ്പിനുള്ളിൽ കിടക്കുമ്പോഴും മിസ് ബ്ലാൻഡിഷ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശരീരം സുരക്ഷിതമാണ്, പക്ഷേ മനസ്സ് അതിപ്പോഴും ഗ്രിസൻ ഗാങ്ങിൻ്റെ ഇരുണ്ട തടവറയിൽ തന്നെയായിരുന്നു. രാത്രിയായി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൾ മെല്ലെ എഴുന്നേറ്റു. ഡ്രസ്സിംഗ് ടേബിളിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ അവൾ നിന്നു. കണ്ണാടിയിൽ തെളിഞ്ഞ രൂപത്തിൽ അവൾ വെറുപ്പോടെ നോക്കി. പഴയ ആ വജ്രത്തിളക്കമുള്ള സുന്ദരിയായിരുന്നില്ല അത്. മാസങ്ങളോളം നീണ്ട പീഡനവും ലഹരിയും അവമാനവും ഏൽപ്പിച്ച പാടുകൾ ആ മുഖത്തുണ്ടായിരുന്നു. നീ ഇനിയൊരു മൃഗമാണ്, വെറുമൊരു കളിപ്പാട്ടം.
അവളുടെ മനസ്സ് മന്ത്രിച്ചു. ലോകം തന്നെ അങ്ങനെ നോക്കിക്കാണുമെന്ന് അവൾ ഭയപ്പെട്ടു. സഹതാപം, പുച്ഛം, അതോ വെറുപ്പോ? അതിനേക്കാൾ അവളെ വേദനിപ്പിച്ചത് മറ്റൊരു സത്യമായിരുന്നു. സ്ലിം റിസൺ മരിച്ചു. തന്നെ തട്ടിക്കൊണ്ടുപോയവൻ, പീഡിപ്പിച്ചവൻ, എന്നിട്ടും അവസാന നിമിഷങ്ങളിൽ തന്നെ സംരക്ഷിച്ചവൻ. സ്ലിമ്മില്ലാത്ത ലോകത്ത് താൻ തീർത്തും ഒറ്റപ്പെട്ടുവെന്ന് ആ നിമിഷം അവൾ തിരിച്ചറിഞ്ഞു. സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന മാനസികാവസ്ഥ അവളെ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചിരുന്നു. എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ആർക്കും വേണ്ടാത്തൊരു ജന്മമായി എനിക്കിനി ജീവിക്കേണ്ട. അവൾ പതുക്കെ മുറിയുടെ ജനൽപ്പാലുകൾ തുറന്നു. തണുത്ത കാറ്റ് അകത്തേക്ക് വീശി. താഴെ നഗരത്തിൻ്റെ വെളിച്ചങ്ങൾ മിന്നിമറയുന്നത് അവൾ കണ്ടു. ഒരുപാട് ഉയരത്തിലായിരുന്നു ആ മുറി. ഒരു നിമിഷം പോലും അവൾ ആലോചിക്കാൻ നിന്നില്ല. വിധി അവൾക്ക് നൽകിയ നരകയാതനകൾക്ക് അവൾ തന്നെ വിരാമം വിട്ടു. അവൾ താഴേക്ക് ചാടി. റിസൺ ഗ്യാങ്ങിൻ്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെട്ട ആ ശരീരം തെരുവിൻ്റെ ടാറിലേക്ക് പതിച്ചു. ഒരു നിലവിളിക്ക് പോലും അവസരം നൽകാതെ എല്ലാം അവസാനിച്ചു. വാർത്തയറിഞ്ഞ ഡേവ് ഫെറൻ ഹോട്ടലിലെ ലോബിയിൽ സ്തംഭിച്ചു നിന്നു. അയാൾ തൻ്റെ ജോലി കൃത്യമായി ചെയ്തു. അവളെ രക്ഷപ്പെടുത്തി. പക്ഷേ ആ വിജയം തികച്ചും പരാജയമാണെന്ന് അയാൾക്ക് തോന്നി. കഷ്ടം, അവൾക്ക് വേണ്ടി ആരും ഓർക്കിഡ് പൂക്കൾ കരുതിയിട്ടുണ്ടാവില്ല. ഫെറൻ കൈപ്പേറി ചിരിയോടെ പിറുപിറുത്തു. ക്രൈം, പണം, അധികാരം, പ്രണയം ഒരു യുവതിയുടെ രക്തത്തിൽ കുതിർന്ന മരണത്തിൽ അവസാനിച്ചു.